ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA കമ്പൽസറി പേപ്പറായ എൻവയോൺമെൻറ്റൽ സ്റ്റഡീസിലെ ഫസ്റ്റ് ബ്ലോക്കിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അതിൽ വൺ വേർഡ് ക്വസ്റ്റിന് ആൻസറുകളുണ്ടാവും. അല്ലാത്തതെല്ലാം ആൻസറുകൾ നമ്മുടെ നോട്ടിൽ എവിടെയാണ് വരുന്നതെന്നുള്ള ഹിൻസ് മാത്രമേ നൽകുന്നുള്ളൂ. എല്ലാ ക്വസ്റ്റ്യൻസും ഇംഗ്ലീഷിലും മലയാളത്തിലും ഉണ്ട്. ഇതിൻ്റെ PDF പെയ്ഡായിട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ നോട്ട്സ്, മലയാളം നോട്ട്സും ഉണ്ട്. പെയ്ഡ് നോട്ട്സാണ്. അതൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വീഡിയോക്ക് ലാസ്റ്റിൽ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. നമ്പറിൽ വാട്സപ്പിൽ വരിക. ഓക്കെ. ഫസ്റ്റ് ബ്ലോക്കിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നോക്കാം നമുക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: വൈ ഈസ് എർത്ത് കാൾഡ് ദ ബ്ലൂ പ്ലാനറ്റ്? എന്തുകൊണ്ടാണ് ഭൂമി നീലഗ്രഹം എന്ന് അറിയപ്പെടുന്നത്? ആൻസർ: ഭൂമിയുടെ 71% വെള്ളമാണ്. ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ നീല നിറത്തിലത് കാണപ്പെടുന്നതുകൊണ്ട് അതിനെ നീലഗ്രഹം എന്ന് വിളിക്കുന്നു. രണ്ടാമത്തത്: വിച്ച് ഈസ് ദ ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് അറ്റ്മോസ്ഫിയർ? അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും പുറംപാളി ഏതാണ്? ആൻസർ: എക്സോസ്ഫിയർ. 3. വിച്ച് ലെയർ ഓഫ് ദ അറ്റ്മോസ്ഫിയർ കൺസ്റ്റിറ്റ്യൂട്ട് എ മേജർ പാർട്ട് ഓഫ് ഓസോൺ? അന്തരീക്ഷത്തിലെ ഏത് പാളിയിലാണ് ഓസോണിൻ്റെ പ്രധാന ഭാഗം? ആൻസർ: സ്ട്രാറ്റോസ്ഫിയർ. നാലാമത്തത്: വാട്ട് ഈസ് ദ പ്രോസസ് ഓഫ് വാർമിംഗ് ഓഫ് ദ എർത്ത് സർഫേസ് ബൈ അബ്സോർബിംഗ് സോളാർ റേഡിയേഷൻസ് ദാറ്റ് ആർ നോട്ട് റിഫ്ലക്റ്റഡ് ബാക്ക് ഇൻ ടു സ്പേസ് കാൾഡ്? ബഹിരാകാശത്തേക്ക് പ്രതിഫലിക്കാത്ത സൗരവികിരണങ്ങൾ ആഗിരണം ചെയ്ത് ഭൂമിയുടെ ഉപരിതലത്തെ ചൂടാക്കുന്ന പ്രക്രിയ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് എന്നാണ്. എന്താണ് വിളിക്കുന്നത്? ആൻസർ: ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്, ഹരിതഗൃഹ പ്രഭാവം എന്നാണ് വിളിക്കുന്നത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദ ആവറേജ് വെതർ കണ്ടീഷൻസ് ഒബ്സർവ്ഡ് ഓവർ എ ലോങ് പീരിയഡ് ഓഫ് ടൈം ഫോർ എ ലാർജർ ഏരിയ കാൾഡ്? ഒരു വലിയ പ്രദേശത്ത് വളരെ കാലം നിരീക്ഷിക്കപ്പെടുന്ന ശരാശരി കാലാവസ്ഥയെ എന്താണ് വിളിക്കുന്നത്? ആൻസർ: ക്ലൈമറ്റ്. 6. വാട്ട് ഈസ് ദ ഫ്രോസൺ പാർട്ട് ഓഫ് ഹൈഡ്രോസ്ഫിയർ കാൾഡ്? ഹൈഡ്രോസ്ഫിയറിൻ്റെ ശീതീകരിച്ച ഭാഗത്തെ എന്താണ് വിളിക്കുന്നത്? ആൻസർ: ക്രയോസ്ഫിയർ. 7. വാട്ട് ഈസ് അനദർ നെയിം ഫോർ വാട്ടർ സൈക്കിൾ? ജലചക്രത്തിൻ്റെ മറ്റൊരു പേരെന്താണ്? ഹൈഡ്രോളജിക് സൈക്കിൾ എന്നാണ്. ജലവൈദ്യുത ചക്രം, ഹൈഡ്രോളജിക് സൈക്കിൾ അല്ലെങ്കിൽ ജലവൈദ്യുത ചക്രം. 8. വിച്ച് ലെയർ കോൺസ്റ്റിറ്റ്യൂട്ട്സ് ദ സോളിഡ് ഔട്ടർ പാർട്ട് ഓഫ് ദ എർത്ത്? വിച്ച് ലെയർ കോൺസ്റ്റിറ്റ്യൂട്ട്സ് ദ സോളിഡ് ഔട്ടർ പാർട്ട് ഓഫ് ദ എർത്ത്? ഭൂമിയുടെ പുറംഭാഗം ഏത് പാളിയാണ്? ആൻസർ: ലിത്തോസ്ഫിയർ. 9. വാട്ട് ഈസ് ദ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ബയോസ്ഫിയർ ടേംഡ്? ബയോസ്ഫിയറിൻ്റെ ഏറ്റവും ചെറിയ യൂണിറ്റ് എന്താണ്? ആൻസർ: പരിസ്ഥിതി വ്യവസ്ഥ അല്ലെങ്കിൽ എക്കോസിസ്റ്റം. 10. പെർസെൻറ്റേജ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ഈസ്? അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ശതമാനം എത്രയാണ്? 0.33, അതായത് 0.33%. അടുത്ത ക്വസ്റ്റ്യൻ: 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇനി കേട്ടോ. വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് അറ്റ്മോസ്ഫിയർ? അന്തരീക്ഷത്തിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ആൻസർ നമ്മുടെ നോട്ടിൽ കൊടുത്തിട്ടുണ്ട്. അന്തരീക്ഷത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ എന്നാവും നമ്മൾ ഹെഡിങ് കൊടുത്തിട്ടുണ്ടാവുക. അതിൽ വരുന്ന പോയിന്റുകൾ മാത്രം എഴുതിയാൽ മതി. 2 മാർക്കല്ലേ ഉള്ളൂ. അടുത്തത്: ഡിഫൈൻ ബയോസ്ഫിയർ. ബയോസ്ഫിയർ നിർവചിക്കുക. നോട്ടിൽ ബയോസ്ഫിയർ എന്ന ഹെഡിങ്ങിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, അത് എഴുതുക. അടുത്തത്: ഡിഫറൻഷിയേറ്റ് വെതർ ആൻഡ് ക്ലൈമറ്റ്. വെതറും ക്ലൈമറ്റും വേർതിരിക്കുക എന്നാണ്. നോട്ടിൽ അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് 4 മാർക്കിനും ചോദിക്കും കേട്ടോ. വെതർ ആൻഡ് ക്ലൈമറ്റ് 4 മാർക്കിനും ചോദിക്കും, 2 മാർക്കിനും ചോദിക്കും. അതന്നെ എത്ര തന്നെ എഴുതാനുള്ള, എത്ര മാർക്കിനാണെങ്കിലും. ഇനി ഇതിന്ന് വരാവുന്ന എസ്സേ: എക്സ്പ്ലെയിൻ ദ വേരിയസ് സ്പിയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ. അന്തരീക്ഷത്തിൻ്റെ വിവിധ പാളികൾ വിശദമാക്കുക. നോട്ടിൽ വളരെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് നിങ്ങൾ പഠിക്കുക. ഇനി രണ്ടാമത്തെ യൂണിറ്റാണ്. EVS ബ്ലോക്ക് 1 രണ്ടാമത്തെ യൂണിറ്റിൽ ഒബ്ജക്റ്റീവ് ടൈപ്സ്. 1. വാട്ട് ആർ ദ 2 ഫോംസ് ഓഫ് ഓക്സിജൻ ഫൗണ്ട് ഇൻ ദ അറ്റ്മോസ്ഫിയർ? അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന ഓക്സിജൻ്റെ 2 രൂപങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് ഓസോണും ഓക്സിജനും കേട്ടോ. 2. വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ഓൾ ഓക്സിജൻ പ്രസൻറ്റ് ഇൻ ദ എൻവയോൺമെൻറ്റ് ഈസ് കൺവേർട്ടഡ് ടു ഓസോൺ? പരിസ്ഥിതിയിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ ഓക്സിജനും ഓസോണായി മാറിയാൽ എന്ത് സംഭവിക്കും എന്നാണ്. ആൻസർ: അത് വിഷമായി മാറുകയും ജീവജാലങ്ങളെ കൊല്ലുകയും ചെയ്യും. 3. വാട്ട് ഈസ് മീൻഡ് ബൈ ഓസോൺ ഹോൾ? ഓസോൺ ദ്വാരം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ആൻസർ: ഓസോൺ പാളിയുടെ കനം കുറയുന്നു എന്ന്. ഇനി 4. ഗിവ് 3 എക്സാമ്പിൾസ് ഓഫ് നോൺ പൊല്യൂട്ടിംഗ് റിന്യൂവബിൾ ടൈപ്പ് ഓഫ് എനർജി. മലിനീകരണമില്ലാത്ത പുനരുപയോഗ ഊർജത്തിൻ്റെ 3 ഉദാഹരണങ്ങൾ നൽകുക. കാറ്റ്, സൂര്യനിൽ നിന്നുള്ള ഊർജ്ജം, കാറ്റിൽ നിന്നുള്ള ഊർജ്ജം, വേലിയേറ്റത്തിൽ നിന്നുള്ള ഊർജ്ജം. കുറേ ഉണ്ട്, നമുക്ക് ഏതെങ്കിലും 3 എഴുതാനല്ലേ പറഞ്ഞിട്ടുള്ളത്. 5. വിച്ച് എമംഗ് ദ നാച്ചുറൽ സോഴ്സസ് ഓഫ് എനർജി ഈസ് സസ്റ്റൈനബിൾ? പ്രകൃതിദത്ത ഊർജ്ജ സ്രോതസ്സുകളിൽ ഏതാണ് സുസ്ഥിരമായത്? ആൻസർ: റിന്യൂവബിൾ സോഴ്സസ് അല്ലെങ്കിൽ പുതുക്കാവുന്ന വിഭവങ്ങൾ. 6. വിച്ച് സോഴ്സ് ഓഫ് എനർജി കോൾഡ് പൊല്യൂഷൻ?
ഏത് ഊർജ്ജ സ്രോതസ്സാണ് മലിനീകരണത്തിന് കാരണമാകുന്നത്? വിച്ച് സോഴ്സ് ഓഫ് എനർജി കോസസ് പൊല്യൂഷൻ? ഏത് ഊർജ്ജ സ്രോതസ്സാണ് മലിനീകരണത്തിന് കാരണമാകുന്നത്? ആൻസർ നോൺ റിന്യൂവബിൾ, പുതുക്കാനാവാത്ത വിഭവങ്ങൾ. 7. വിച്ച് ടൈപ്പ് ഓഫ് എനർജി ഈസ് സസ്റ്റൈനബിൾ ഇൻ നേച്ചർ? ഏത് തരത്തിലുള്ള ഊർജ്ജമാണ് പ്രകൃതിയിൽ സുസ്ഥിരമായിരിക്കുന്നത്? ആൻസർ സൗരോർജ്ജം, വേലിയേറ്റ ഊർജ്ജം, കാറ്റിൽ നിന്നുള്ള ഊർജ്ജം, അല്ലെങ്കിൽ നമുക്കിന്നെ എങ്ങനെ പറയാം, റിന്യൂവബിൾ എനർജി എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. 8. ഗിവ് ആൻ എക്സാമ്പിൾ ഫോർ എക്സോസ്റ്റിബിൾ എനർജി സോഴ്സ്. തീർന്നു പോകുന്ന ഊർജ്ജ ഉറവിടത്തിന് ഒരു ഉദാഹരണം പറയാമോ എന്നാണ്. കൽക്കരിയും പെട്രോളിയം പ്രകൃതിവാതകവും ഒക്കെ ഉണ്ട്. ഏതെങ്കിലും ഒന്ന് ചോദിച്ചിട്ടുള്ളൂ, ഏതെങ്കിലും ഒന്ന് എഴുതാം. ഇനി രണ്ടാമത്തെ യൂണിറ്റിലെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ്. പുനരുപയോഗിക്കാവുന്നതും അല്ലാത്തതുമായ വിഭവങ്ങൾ തമ്മിൽ വേർതിരിക്കുക എന്നാണ്. നോട്ടിലുണ്ട്, ആൻസർ നോക്കി പഠിക്കുക. രണ്ടാമത്തത് എക്സ്പ്ലെയിൻ ദ സിഗ്നിഫിക്കൻസ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. പ്രകൃതി വിഭവങ്ങളുടെ പ്രാധാന്യം വിശദീകരിക്കുക എന്ന്. അതും നോട്ടിൽ തന്നിട്ടുണ്ട്, വളരെ വിശദമായിട്ട് തന്നിട്ടുണ്ട്, നോക്കി എഴുതാം. പിന്നെ മൂന്നാമത്തത് വാട്ട് ആർ ദ ത്രെഡ്സ് ഫേസ്ഡ് ബൈ നാച്ചുറൽ റിസോഴ്സസ്. പ്രകൃതി വിഭവങ്ങളുടെ ഭീഷണികൾ, നേരിടുന്ന ഭീഷണികൾ എന്തൊക്കെയാണ്? അതും നോട്ടിൽ ഹെഡിങ്ങിൽ കൊടുത്തിട്ടുണ്ട്, അതെന്നെ പഠിക്കുക. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്. എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. പ്രകൃതി വിഭവങ്ങളുടെ പ്രാധാന്യം വിശദീകരിക്കുക. അത് 2 മാർക്കിനും ചോദിച്ചിട്ടുണ്ട്, ഇപ്പോൾ 4 മാർക്കിനും ചോദിച്ചിട്ടുണ്ട്. അപ്പം അതിനനുസരിച്ച് പഠിച്ചു വെക്കുക. നോട്ടിലുണ്ട് ആൻസർ. രണ്ടാമത്തത് ഡിസ്ക്രൈബ് ദ ടെക്നിക്സ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ടു കൺസേർവ് നാച്ചുറൽ റിസോഴ്സസ്. പ്രകൃതി വിഭവങ്ങളെ സംരക്ഷിക്കാൻ ഉപയോഗിക്കുന്ന വിദ്യകൾ വിശദീകരിക്കുക. അത് കൺസർവേഷൻ മെത്തേഡ്സ് എന്ന് പറഞ്ഞിട്ട് നോട്ടിലുണ്ട്, നിങ്ങൾ നോക്കിയിട്ട് പഠിക്കുക. ഇനി 3ാമത്തെ യൂണിറ്റ്, ഫസ്റ്റ് ബ്ലോക്കിലെ 3ാമത്തെ യൂണിറ്റിലെ ഫോറസ്റ്റ് റിസോഴ്സസിലെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഷുഡ് വി കൺസേർവ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ്? നമ്മൾ എന്തിന് വനത്തെയും വന്യജീവികളെയും സംരക്ഷിക്കണം എന്നാണ്. ആൻസർ ആവാസ വ്യവസ്ഥ നിലനിർത്താൻ. 2. വാട്ട് ആർ റിസർവ്ഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റേഴ്സ് ആൾസോ റെഫേർഡ് ടു ആസ്? സംവരണ വനങ്ങളും സംരക്ഷിത വനങ്ങളും എന്നറിയപ്പെടുന്നത് എന്താണ്? ആൻസർ സ്ഥിരം ഫോറസ്റ്റ് എസ്റ്റേറ്റുകൾ. സ്ഥിരം ഫോറസ്റ്റ് എസ്റ്റേറ്റുകൾ. 3ാമത്തത് ഹൂ സ്റ്റാർട്ടഡ് ദ ചിപ്കോ മൂവ്മെൻറ്റ് ഇൻ ദ ഹിമാലയാസ് ടു പ്രൊട്ടക്റ്റ് ദ ഫോറസ്റ്റ്? വനസംരക്ഷണത്തിനായി ഹിമാലയത്തിൽ ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ്? സുന്ദർലാൽ ബഹുഗുണ. അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് % ഓഫ് ലാൻഡ് ഇൻ ഇന്ത്യ ഈസ് കവേർഡ് വിത്ത് ഫോറസ്റ്റ് ആൻഡ് ട്രീസ്? ഇന്ത്യയിലെ എത്ര ശതമാനം ഭൂമി കാടും മരങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നാണ്. ആൻസർ 24.16%. അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ടൈപ്പ് ഓഫ് ലാൻഡ് ഓൾ ഓവർ ഇന്ത്യ മെഷറിംഗ് ഓവർ 26,000 സ്ക്വയർ കിലോമീറ്റർ ഓഫ് ഫോറസ്റ്റ് ഏരിയ ഹാവ് ബീൻ കൺവേർട്ടഡ് ഇൻ ടു അക്കോർഡിംഗ് ടു ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ? ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയുടെ കണക്കനുസരിച്ച് 26,000 ചതുരശ്ര കിലോമീറ്റർ വനവിസ്തൃതിയുള്ള ഇന്ത്യയിലുടനീളമുള്ള ഏത് തരം ഭൂമിയാണ് രൂപാന്തരപ്പെടുത്തിയിരിക്കുന്നത്? ആൻസർ കൃഷിഭൂമി, അഗ്രികൾച്ചറൽ ലാൻഡ്. 6. വാട്ട് ഈസ് ദ നെയിം ഗിവൺ ടു ഫോറസ്റ്റസ് എക്സ്ക്ലൂസീവ്ലി യൂസ്ഡ് ഫോർ ദ കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് റിസോഴ്സസ്? വനത്തിൻ്റെയും വന്യജീവികളുടെയും സംരക്ഷണത്തിന് മാത്രമായി ഉപയോഗിക്കുന്ന വനങ്ങൾക്ക് എന്ത് പേരാണ് നൽകിയിരിക്കുന്നത്? സംരക്ഷിത വനം. സംരക്ഷിത വനം. 7. വാട്ട് ഈസ് ദ അപ്രോക്സിമേറ്റ് % ഓഫ് ടോട്ടൽ ഫോറസ്റ്റ്സ് ഇൻ ഇന്ത്യ ഡിക്ലെയർഡ് ആസ് പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ് ബൈ ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫോറസ്റ്റ്? വനം വകുപ്പ് സംരക്ഷിത വനമായി പ്രഖ്യാപിച്ച ഇന്ത്യയിലെ മൊത്തം വനങ്ങളുടെ ഏകദേശ ശതമാനം എത്രയാണ്? 33%. 8. വിച്ച് ഫോറസ്റ്റസ് ആർ ആൾസോ കോൾഡ് മൺസൂൺ ഫോറസ്റ്റസ്? ഏത് വനങ്ങളെയാണ് മൺസൂൺ വനങ്ങൾ എന്നും വിളിക്കുന്നത്? ആൻസർ ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ, ട്രോപ്പിക്കൽ ഡിസൈഡിയസ് ഫോറസ്റ്റസ് എന്ന് പറയും ഇംഗ്ലീഷിൽ. 9. ഫോറസ്റ്റസ് ആർ ഡാഷ് റിസോഴ്സസ്. വനങ്ങൾ ഡാഷ് വിഭവങ്ങളാണ്. ആൻസർ പുനരുൽപാദന വിഭവങ്ങൾ, റിന്യൂവബിൾ റിസോഴ്സസ്. 10ാമത്തത് കോണിഫറസ് ട്രീസ് ആർ ഫൗണ്ട് ഇൻ ഡാഷ്. കോണിഫറസ് മരങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണെന്നാണ് ഡാഷ് നോട്ടിൽ. ഹിമാലയൻ വരണ്ട മിത ശീതോഷ്ണ വനങ്ങളിൽ. ഹിമാലയൻ വരണ്ട മിത ശീതോഷ്ണ വനങ്ങളിൽ, ഹിമാലയൻ ഡ്രൈ ടെമ്പറേറ്റ് ഫോറസ്റ്റ്. ഇനി അതിലെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ്. ഡിസ്ക്രൈബ് ട്രോപ്പിക്കൽ വെറ്റ് എവർഗ്രീൻ ഫോറസ്റ്റസ്. ഉഷ്ണമേഖല ആർദ്ര നിത്യഹരിത വനം വിവരിക്കുക. ആൻസർ നോട്ടിലുണ്ട്. 2. ഡിഫറൻഷിയേറ്റ് എവർഗ്രീൻ ആൻഡ് ഡിസൈഡിയസ് ഫോറസ്റ്റസ്. നിത്യഹരിത വനങ്ങളും ഇലപൊഴിയും വനങ്ങളും വേർതിരിക്കുക. അത് അങ്ങനെ തന്നെ നമുക്ക് തന്നിട്ടില്ല, ഡിസൈഡിയസ് നോക്ക് പറഞ്ഞിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അത് തന്നെ ചേർത്തിട്ട് അതിലെ എവർഗ്രീനും ഡിസൈഡിയസും നോക്കിയിട്ട് നമ്മൾ എഴുതാം കേട്ടോ. 3ാമത്തത് എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് ട്രോപ്പിക്കൽ ത്രോൺ ഫോറസ്റ്റസ്. ഉഷ്ണമേഖല മുൾക്കാടുകൾ വിശദമാക്കുക എന്നാണ്.
ആൻസർ നോട്ടിലുണ്ട്, നോക്കി എഴുതുക. നാലാമത്തത് വാട്ട് ഈസ് റീഫോറസ്റ്റേഷൻ, എന്താണ് റീഫോറസ്റ്റേഷൻ എന്നാണ്. അതിൻ്റെ ആൻസർ അതേ ഹെഡിങ്ങിൽ നോട്ടിലുണ്ട്, നോക്കിയിട്ട് പഠിക്കുക. 5 വാട്ട് ഈസ് അഫോറസ്റ്റേഷൻ, എന്താണ് വനവൽക്കരണം, അതും നോട്ടിൽ അതേ ഹെഡിങ്ങിൽ കൊടുത്തിട്ടുണ്ട്, പഠിക്കുക. ഇനി 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. കമൻറ്റ് ഓൺ ദ ന്യൂ ഫോറസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ പുതിയ വനവർഗീകരണത്തെക്കുറിച്ച് അഭിപ്രായം പറയുക എന്നാണ്. അതും ന്യൂ ക്ലാസിഫിക്കേഷൻ ഓഫ് ഫോറസ്റ്റ്സ് ഇൻ ഇന്ത്യ എന്ന ഹെഡിങ്ങിൽ നോട്ടിലുണ്ട്, നോക്കി പഠിക്കുക. 2 എക്സ്പ്ലെയിൻ ദ മേജർ ഇഫക്ട്സ് ഓഫ് മൈനിങ് ഓപ്പറേഷൻസ് ഓൺ ഫോറസ്റ്റേഴ്സ്, വനങ്ങളിലെ ഖനന പ്രവർത്തനങ്ങളുടെ പ്രധാന പ്രത്യാഘാതങ്ങൾ വിശദീകരിക്കുകയാണ്. അതും അതേപോലെ ഹെഡിങ്ങിൽ നോട്ടിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്കിയിട്ട് പഠിക്കുക. 3 ഡു ലാർജ് ഡാംസ് പോസ് എൻവയോൺമെൻറ്റൽ ഹസാർഡ്, ജസ്റ്റിഫൈ യുവർ ആൻസർ, വലിയ അണക്കെട്ടുകൾ പരിസ്ഥിതിക്ക് അപകടമുണ്ടാക്കുമോ, നിങ്ങളുടെ ഉത്തരം ന്യായീകരിക്കുക എന്നാണ്. അപ്പോൾ നോട്ടിൽ നമ്മൾ ഇഫക്ട്സ് ഓഫ് ഡാംസ് ഓൺ ഫോറസ്റ്റേഴ്സ് ആൻഡ് ട്രൈബൽ പീപ്പിൾ എന്നൊരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് ഓഫ് ലാർജ് ഡാംസ് എന്നീ ഹെഡിങ്ങളിലൊക്കെ കാര്യങ്ങൾ കൊടുത്തിട്ട് ആ 2 ഹെഡിങ്ങിൽ വരുന്നതാണ് അതിൻ്റെ ആൻസറായിട്ട് നിങ്ങൾ കൊടുക്കേണ്ടത്. ഏതൊക്കെയാണ് ഹെഡിങ്ങുകൾ പറഞ്ഞാൽ ഇഫക്ട്സ് ഓഫ് ഡാംസ് ഓൺ ഫോറസ്റ്റേഴ്സ് ആൻഡ് ട്രൈബൽ പീപ്പിൾ, പിന്നെ എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് ഓഫ് ലാർജ് ഡാംസ് എന്ന 2 ഹെഡിങ്ങൾ കൊടുത്തിട്ട് ആ ഹെഡിങ്ങിൽ വരുന്ന കാര്യങ്ങളെ വിശദീകരിച്ച് നിങ്ങൾ എഴുതുക കേട്ടോ. 4ാമത്തെ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ സോഷ്യൽ ഫോറസ്ട്രി ആൻഡ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ്, സാമൂഹ്യ വനവൽക്കരണവും അതിൻ്റെ ലക്ഷ്യങ്ങളും വിശദീകരിക്കുക, നോട്ടിൽ അതേപോലെ കൊടുത്തിട്ടുണ്ട്, പഠിക്കുക. 5 വാട്ട് ആർ ദ മേജർ ഫോറസ്റ്റ് കൺസർവേഷൻ സ്ട്രാറ്റജീസ്, വനസംരക്ഷണത്തിൻ്റെ പ്രധാന തന്ത്രങ്ങൾ എന്തൊക്കെയാണ്, അത് നോട്ടിലുണ്ട്, നോക്കി നിങ്ങൾ പഠിക്കുക. ഇനി ഫസ്റ്റ് ബ്ലോക്കിലെ 4ാമത്തെ യൂണിറ്റിലെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. 1 മെൻഷൻ ദ ഓൺലി സ്റ്റേറ്റ് വിച്ച് ഹാസ് മെയ്ഡ് റൂഫ് ടോപ്പ് റെയിൻ വാട്ടർ ഹാർവസ്റ്റിംഗ് സ്ട്രക്ചർ കമ്പൽസറി ടു ഓൾ ദി ഹൗസസ്, എല്ലാ വീടുകൾക്കും മേൽക്കൂര മഴവെള്ള സംഭരണ ഘടന നിർബന്ധമാക്കിയ ഒരേ ഒരു സംസ്ഥാനം ഏതാണെന്ന് പറയുക എന്നാണ്. തമിഴ്നാടാണ് കേട്ടോ, തമിഴ്നാട്. 2 വാട്ട് ഈസ് ദ മേജർ സോഴ്സ് ഓഫ് ഫ്രഷ് വാട്ടർ ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ശുദ്ധജലത്തിൻ്റെ പ്രധാന ഉറവിടം ഏതാണ്, ആൻസർ ഭൂഗർഭജലം അല്ലെങ്കിൽ ഗ്രൗണ്ട് വാട്ടർ. 3 വാട്ട് ഈസ് ദ മെയിൻ പർപ്പസ് ഓഫ് റെയിൻ വാട്ടർ ഹാർവസ്റ്റിംഗ്, മഴവെള്ള സംഭരണത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ്, ഭൂഗർഭജലം റീചാർജ് ചെയ്യുക എന്നതാണ് എൻ്റെ ആൻസർ. 4 ഹൗ മച്ച് ഓഫ് എർത്ത്സ് സർഫേസ് ഈസ് കവേർഡ് വിത്ത് വാട്ടർ, ഭൂമിയുടെ ഉപരിതലത്തിൻ്റെ എത്ര ഭാഗം വെള്ളത്താൽ മൂടപ്പെട്ടിരിക്കുന്നു, 4/3 ഭാഗം. അടുത്തത് വാട്ട് പെർസെൻറ്റേജ് ഓഫ് ദ ടോട്ടൽ വോളിയം ഓഫ് വേൾഡ്സ് വാട്ടർ ഈസ് എസ്റ്റിമേറ്റഡ് ടു എക്സിസ്റ്റ് ആസ് ഓഷ്യൻസ്, ലോകത്തിലെ മൊത്തം ജലത്തിൻ്റെ എത്ര ശതമാനം സമുദ്രങ്ങളായി കണക്കാക്കപ്പെട്ടിരിക്കുന്നു, 96.5%. 6 വാട്ട് ഈസ് ദ റാങ്ക് ഓഫ് ഇന്ത്യ ഇൻ ദ വേൾഡ് കൺട്രീസ് ഇൻ ടേംസ് ഓഫ് വാട്ടർ അവൈലബിലിറ്റി പെർ പേഴ്സൺ പെർ ആനം, പ്രതിവർഷം ഒരാൾക്ക് ജലലഭ്യതയുടെ കാര്യത്തിൽ ലോകരാജ്യങ്ങളിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണെന്നാണ്, ആൻസർ 133ാമത്തെ റാങ്കാണ്. 7 വാട്ട് ഈസ് പോർട്ടബിൾ വാട്ടർ, എന്താണ് കുടിവെള്ളം, പോർട്ടബിൾ വാട്ടർ കുടിവെള്ളം എന്താണെന്ന്, ആൻസർ സുരക്ഷിതമായ വെള്ളം, ഇതാണ് കുടിവെള്ളം. ഇനി 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഡിസ്ക്രൈബ് ദ ഗ്ലോബൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വാട്ടർ, ജലത്തിൻ്റെ ആഗോള വിതരണത്തെ വിവരിക്കാൻ, അങ്ങനെ തന്നെ ഹെഡിങ്ങിൽ നോട്ടിലുണ്ട്, നോക്കി പഠിക്കുക. 2 എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാട്ടർ റിസോഴ്സസ്, വിവിധതരം ജലവിഭവങ്ങൾ വിശദമാക്കുക, അതും നോട്ടിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ വാട്ട് ഈസ് വാട്ടർ സ്കേഴ്സിറ്റി, എന്താണ് ജലക്ഷാമം അല്ലെങ്കിൽ ജല ദൗർലഭ്യം, അതും നോട്ടിൽ ഹെഡിങ്ങിലുണ്ട് കൊടുത്തിട്ടുണ്ട്, ഹെഡിങ്ങിൽ തന്നെ പഠിക്കുക. 4ാമത്തത് വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് വാട്ടർ സ്കേഴ്സിറ്റി, ഏതെല്ലാമാണ് ജലക്ഷാമത്തിൻ്റെ അല്ലെങ്കിൽ ജല ദൗർലഭ്യത്തിൻ്റെ വിവിധ തരങ്ങൾ, നോട്ടിലത് കൊടുത്തിട്ടുണ്ട്, നോട്ടിൽ നോക്കിയിട്ട് പഠിക്കുക. 5 ഡിഫറൻഷിയേറ്റ് പോയിൻ്റ് ആൻഡ് നോൺ പോയിൻ്റ് സോഴ്സ് ഓഫ് പൊല്യൂഷൻ, പോയിൻ്റ് മലിനീകരണം നോൺ പോയിൻ്റ് മലിനീകരണം എന്നിവ വേർതിരിക്കുക, അതും നോട്ട് നോക്കിയിട്ട് പഠിക്കാൻ കഴിയും. ഇനി 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ആർ ദ ത്രെഡ്സ് ഫേസ്ഡ് ബൈ ഗ്രൗണ്ട് വാട്ടർ റിസോഴ്സസ്, ഭൂഗർഭജലം നേരിടുന്ന ഭീഷണികൾ എന്തെല്ലാമാണ്, അതിൻ്റെ ആൻസർ അതന്നെ അതേപോലെ തന്നെ നോട്ടിൽ ഹെഡിങ്ങിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്കിയിട്ട് പഠിച്ചെടുക്കുക. 2 എക്സ്പ്ലെയിൻ വാട്ടർ ലോഗിങ്, വെള്ളക്കെട്ട് എന്താണെന്ന് വിശദമാക്കുക എന്ന് നോട്ടിൽ കൊടുത്തിട്ടുണ്ട്. 3 എക്സ്പ്ലെയിൻ കോസ്റ്റൽ സോൺ റെഗുലേഷൻ, തീരദേശ നിയന്ത്രണ മേഖല വിശദമാക്കുക, അതും നോട്ടിലത് ഹെഡിങ്ങിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നൊരു എസ്സേ ചോദിക്കാൻ സാധ്യതയുണ്ട്. റൈറ്റ് ആൻ എസ്സേ ഓൺ ഗ്രൗണ്ട് വാട്ടർ ആൻഡ് സർഫേസ് വാട്ടർ ത്രെഡ്സ്, ഭൂഗർഭജല ഉപരിതല ജലഭീഷണികളെക്കുറിച്ചൊരു ഉപന്യാസം തയ്യാറാക്കുക എന്നാണ്. രണ്ടും കൂടി ചേർത്ത് നോട്ടിൽ 2 ഹെഡിങ്ങിലായിട്ട് കൊടുത്തിട്ടുണ്ട്, എല്ലാം കൂടി ചേർത്ത് എഴുതാം. ഇനി 5ാമത്തെ യൂണിറ്റിൽ ക്വസ്റ്റ്യൻ ഒബ്ജക്റ്റീവ് ടൈപ്പ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് സോയിൽ കൺസർവേഷൻ, എന്താണ് മണ്ണ് സംരക്ഷണം, മേൽമണ്ണ് നഷ്ടപ്പെടാതെ സംരക്ഷിക്കലാണ് മണ്ണ് സംരക്ഷണം. 2 വാട്ട് ഈസ് ദ മോസ്റ്റ് അബണ്ടൻറ്റ് എലമെൻറ്റ് ഓൺ ദ എർത്ത് ക്രസ്റ്റ്, ഭൂമിയുടെ പുറന്തോടിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്, ഓക്സിജൻ. 3 വിച്ച് എലമെൻറ്റ് ഈസ് യൂസ്ഡ് എക്സ്റ്റെൻസീവ്ലി ഇൻ മേക്കിംഗ് കോയിൻസ്, ഇലക്ട്രിക് വയേഴ്സ് ആൻഡ് പൈപ്സ്,
പൈപ്പുകൾ, ഇലക്ട്രിക് വയറുകൾ, നാണയങ്ങൾ എന്നിവ നിർമ്മിക്കാൻ വിപുലമായി ഉപയോഗിക്കുന്ന ഘടകം ഏതാണ്? എലമെൻ്റ് അല്ലെങ്കിൽ മൂലകം ഏതാണ്? കോപ്പറാണ്. 4. നെയിം എനി മിനറൽ സോഴ്സ് ഫ്രം വിച്ച് സിലിക്കൺ ഈസ് ഒബ്റ്റൈൻഡ്. സിലിക്കൺ ലഭിക്കുന്ന ഏതെങ്കിലും ധാതു സ്രോതസ്സിൻ്റെ പേര് പറയുക. ക്വാർട്സ് ആണ് കേട്ടോ, ക്വാർട്സ്. 5. ദ പ്രോസസ് ഓഫ് ടേക്കിംഗ് ഔട്ട് മിനറൽസ് ഫ്രം റോക്സ് ബറീഡ് അണ്ടർ ദ സർഫേസ് ഓഫ് ദ എർത്ത് ഈസ് നെയിംഡ് ആസ്. ഭൂമിയുടെ ഉപരിതലത്തിനടിയിൽ കുഴിച്ചിട്ടിരിക്കുന്ന പാറകളിൽ നിന്ന് ധാതുക്കൾ പുറത്തെടുക്കുന്ന പ്രക്രിയയുടെ പേര് മൈനിങ് ആണ്, ഖനനം. 6. വിച്ച് സെൻട്രൽ ഗവൺമെൻറ് ഏജൻസി ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ മാപ്പിംഗ് ആൻഡ് എക്സ്പ്ലോറേഷൻ ഓഫ് മിനറൽസ്. ധാതുക്കളുടെ മാപ്പിങ്ങിൻ്റെയും പര്യവേഷണത്തിൻ്റെയും ഉത്തരവാദിത്തം ഏത് കേന്ദ്ര സർക്കാർ ഏജൻസിയിലാണ് നിക്ഷിപ്തമായിരിക്കുന്നതെന്നാണ്. ആൻസർ ജിയോഗ്രഫിക്കൽ സർവേ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ഭൂമിശാസ്ത്ര സർവേ. 7. മോർ ദാൻ ഡാഷ് ബില്യൺ ടൺസ് ഓഫ് ഫെർട്ടൈൽ സോയിൽ ഈസ് ലോസ്റ്റ് ഫ്രം വേൾഡ് അഗ്രികൾച്ചറൽ സിസ്റ്റംസ് ഈച്ച് ഇയർ ത്രൂ സോയിൽ ഇറോഷൻ. മണ്ണൊലിപ്പിലൂടെ ഓരോ വർഷവും ലോക കാർഷിക സമ്പ്രദായങ്ങളിൽ നിന്ന് ഡാഷ് ദശലക്ഷം ടൺ ഫലഭൂഷ്ടമായ മണ്ണ് നഷ്ടപ്പെടുന്നുണ്ട്. എത്ര ദശലക്ഷം ടണ്ണാണ്? 36 ബില്യൺ. 8. ഡാഷ് ഒബ്റ്റൈൻഡ് ഫ്രം ക്വാർട്സ് ഈസ് യൂസ്ഡ് ഇൻ ദ കമ്പ്യൂട്ടർ ഇൻഡസ്ട്രി. ക്വാർട്സിൽ നിന്ന് ലഭിക്കുന്ന ഡാഷ് ആണ് കമ്പ്യൂട്ടർ വ്യവസായത്തിൽ ഉപയോഗിക്കുന്നത്. കോപ്പർ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. 9. ദ കൈൻഡ് ഓഫ് ഇറോഷൻ ഒക്കറിങ് ഇൻ നാച്ചുറൽ ഡിപ്രഷൻ ഈസ് ഡാഷ്. സ്വാഭാവിക മാന്ദ്യങ്ങളിൽ സംഭവിക്കുന്ന മണ്ണൊലിപ്പ് ഡാഷാണ്. ഇത് എഫെമറൽ എറോഷൻ അല്ലെങ്കിൽ എഫെമറൽ മണ്ണൊലിപ്പ് എന്ന് പറയും. ഇനി അതിലെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്. വാട്ട് ആർ ദ കോസസ് ഓഫ് സോയിൽ എറോഷൻ? മണ്ണൊലിപ്പിനുള്ള കാരണങ്ങൾ എന്തെല്ലാം? ദ്രുതഗതിയിലുള്ള നഗരവൽക്കരണം, മരം വെട്ട്, മൃഗങ്ങളുടെ അമിതമായ മേച്ചിൽ. രണ്ടാമത്തത് വാട്ട് ഈസ് സോയിൽ എറോഷൻ? എന്താണ് മണ്ണൊലിപ്പ്? മണ്ണിൻ്റെ ആവരണം നശിപ്പിക്കുക അല്ലെങ്കിൽ മേൽമണ്ണ് നീക്കം ചെയ്യുന്നതിനാണ് മണ്ണൊലിപ്പ് എന്ന് പറയുന്നത്. ഇനി 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. കമൻറ്റ് ഓൺ മാൻ ഇൻഡ്യൂസ്ഡ് ലാൻഡ് സ്ലൈഡ്സ്. മനുഷ്യപ്രേരിതമായ മണ്ണിടിച്ചിൽ സംബന്ധിച്ച് അഭിപ്രായം പറയുക. നോട്ടിൽ കൊടുത്തിട്ടുണ്ട്, പഠിക്കുക. 2. എക്സ്പ്ലെയിൻ ലാൻഡ് ഡിഗ്രഡേഷൻ ആൻഡ് ഇറ്റ്സ് കോസസ്. ഭൂശോഷണവും അതിൻ്റെ കാരണങ്ങളും വിശദമാക്കുക. നോട്ടിലുണ്ട്, നോക്കിയിട്ട് പഠിക്കുക. 3. ഡിഫൈൻ ഡിസർട്ടിഫിക്കേഷൻ. വാട്ട് ആർ കോസസ് ആൻഡ് കോൺസിക്വൻസസ് ഓഫ് ഡെസർട്ടിഫിക്കേഷൻ. മരുഭൂവൽക്കരണം നിർവചിക്കുക, അതിൻ്റെ കാരണങ്ങളും പ്രത്യാഘാതങ്ങളും എന്തെല്ലാമാണ്. അതും നോട്ടിൽ വന്നിട്ടുണ്ട്, നോക്കിയിട്ട് നിങ്ങൾ പഠിക്കുക. ഇനി 2 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വിട്ടതാണ് കേട്ടോ. വാട്ട് ആർ ദ വേരിയസ് ടൈപ്സ് ഓഫ് എറോഷൻ? വിവിധ തരം മണ്ണൊലിപ്പുകൾ ഏതെല്ലാമാണ് എന്നാണ്. അതും നോട്ടിൽ വന്നിട്ടുണ്ട്, നിങ്ങൾ നോക്കിയിട്ട് പഠിക്കുക. പിന്നെ വാട്ട് ആർ ദ എൻവയോൺമെൻറ്റൽ ഇഫക്ട്സ് ഓഫ് മിനറൽ എക്സ്ട്രാക്ഷൻ? ധാതുക്കൾ വേർതിരിച്ചെടുക്കുന്നതിൻ്റെ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്? നോട്ടിൽ വന്നിട്ടുണ്ട്. ഇനി ഇതിന്നൊരു എസ്സേ ഉണ്ട്. എക്സ്പ്ലെയിൻ ദ പ്രോബ്ലംസ് അസോസിയേറ്റഡ് വിത്ത് ദ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ലാൻഡ് റിസോഴ്സസ്. ഭൂവിഭവങ്ങൾ ചൂഷണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വിശദമാക്കുക എന്നാണ്. അപ്പം അതിൽ നമ്മൾ ലാൻഡ് റിസോഴ്സുകൾ ഏതൊക്കെയാണെന്ന് വേണം, ലാൻഡ് ഡിഗ്രഡേഷൻ എഴുതണം, മാൻ ഇൻഡ്യൂസ്ഡ് ലാൻഡ് സ്ലൈഡ്സ് ഉൾപ്പെടുത്തണം, സോയിൽ ഇറോഷൻസ് ഉൾപ്പെടുത്തണം, ഡെസർട്ടിഫിക്കേഷൻ എഴുതണം, അതുപോലെ കോൺസിക്വൻസസ് ഓഫ് ഡെസർട്ടിഫിക്കേഷൻ. ഇത്രയും ഹെഡിങ്ങിൽ വരുന്ന കാര്യങ്ങളൊക്കെ ചേർത്ത് എഴുതുമ്പോഴാണ് ഇതിൻ്റെ എസ്സേ ആവുന്നത്. ഇനി ബ്ലോക്ക് ഫസ്റ്റിലെ 6ാമത്തെ ലാസ്റ്റ് യൂണിറ്റ്. അതിൽ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. 1. നെയിം എ നാച്ചുറൽ ഫ്യൂവൽ സച്ച് ആസ് കോൾ ഓർ ഗ്യാസ് ഫോംഡ് ഇൻ ദ ജിയോളജിക്കൽ പാസ്റ്റ് ഫ്രം ദ റിമെയിൻസ് ഓഫ് ലിവിങ് ഓർഗാനിസംസ്. നെയിം എ നാച്ചുറൽ ഫ്യൂവൽ സച്ച് ആസ് കോൾ ഓർ ഗ്യാസ് ഫോംഡ് ഇൻ ദ ജിയോളജിക്കൽ പാസ്റ്റ് ഫ്രം ദ റിമെയിൻസ് ഓഫ് ലിവിങ് ഓർഗാനിസംസ്. ജീവജാലങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്ന് ഭൂമിശാസ്ത്രപരമായ ഭൂതകാലത്തിൽ രൂപം കൊണ്ട കൽക്കരി അല്ലെങ്കിൽ വാതകം പോലുള്ള പ്രകൃതിദത്ത ഇന്ധനത്തിൻ്റെ പേര് നൽകുക എന്നാണ്. ഫോസിൽ ഇന്ധനങ്ങൾ എന്നാണ് കേട്ടോ. 2. മെൻഷൻ എനി എനർജി സോഴ്സ് ദാറ്റ് കാനോട്ട് ബി എക്സ്പ്ലോയിറ്റഡ് ത്രൂ ഇറ്റ് ക്യാൻ ആക്ട് ആസ് എ കണ്ടിന്യൂസ് സോഴ്സ്. തുടർച്ചയായ സ്രോതസ്സായി ഉപയോഗിക്കാമെങ്കിലും ചൂഷണം ചെയ്യാൻ കഴിയാത്ത ഏതെങ്കിലും ഊർജ്ജ സ്രോതസ്സ് സൂചിപ്പിക്കുക എന്നാണ്. റിന്യൂവബിൾ സോഴ്സസ്, പുതുക്കാവുന്ന വിഭവങ്ങൾ. 3. വാട്ട് ആർ ദ എനർജി സോഴ്സസ് ദാറ്റ് ആർ നോട്ട് റീജനറേറ്റഡ് ആസ് പെർ കൺസംഷൻ. ഉപഭോഗത്തിനനുസരിച്ച് പുനർനിർമ്മിക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകൾ ഏതൊക്കെയാണ്? നോൺ റിന്യൂവബിൾ റിസോഴ്സ്, പുതുക്കാനാവാത്ത വിഭവങ്ങൾ. 4. നെയിം ദ തെർമൽ എനർജി പ്രൊഡ്യൂസ്ഡ് ഡീപ്പ് ഇൻ ദ എർത്ത് കോർ. ഭൂമിയുടെ കാമ്പിൽ നിന്ന് ആഴത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന താപോർജ്ജത്തിൻ്റെ പേര് പറയുക. ജിയോ തെർമൽ എനർജി, ഭൂതാപ ഊർജം. 5. ദ എനർജി വി ഗെറ്റ് ഫ്രം വിൻഡ് ഈസ് നോൺ ആസ്. കാറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഊർജ്ജം അറിയപ്പെടുന്നത് വിൻഡ് എനർജി അല്ലെങ്കിൽ കാറ്റിൽ നിന്നുള്ള ഊർജ്ജം. 6. വിച്ച് ഈസ് ദ ബെസ്റ്റ് റിസോഴ്സ് ഓഫ് എനർജി ഇൻ ദ ഫോം ഓഫ് ഹീറ്റ് ആൻഡ് ലൈറ്റ്. താപത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും രൂപത്തിലുള്ള ഊർജ്ജത്തിൻ്റെ ഏറ്റവും മികച്ച ഉറവിടം ഏതാണ്?
ആൻസർ നോൺ റിന്യൂവബിൾ റിസോഴ്സ്, പുതുക്കാനാവാത്ത വിഭവങ്ങൾ. ഇനി അതിലെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. വാട്ട് ഈസ് ബയോഗ്യാസ്? എന്താണ് ജൈവവാതകം? ആൻസർ നോട്ടിൽ ഹെഡിങ്ങിൽ കൊടുത്തിട്ടുണ്ട്, നോക്കി പഠിക്കുക. 2 ലിസ്റ്റ് ഔട്ട് ദ വേരിയസ് സോഴ്സസ് ഓഫ് എനർജി, ഊർജ്ജത്തിൻ്റെ വിവിധ സ്രോതസ്സുകൾ പട്ടികപ്പെടുത്തുക, അതും നോട്ടിൽ വന്നിട്ടുണ്ട്, നോക്കിയിട്ട് എഴുതുക. 3 വിച്ച് ആർ ദ വേരിയസ് ടൈപ്സ് ഓഫ് കോൾ, കൽക്കരിയുടെ വിവിധ രൂപങ്ങൾ ഏതെല്ലാം? നോട്ടിലുണ്ട് കേട്ടോ, നോക്കിയിട്ട് പഠിക്കുക. 4 റൈറ്റ് എ നോട്ട് ഓൺ നാച്ചുറൽ ഗ്യാസ്, പ്രകൃതിദത്ത വാതകങ്ങളെക്കുറിച്ചൊരു കുറിപ്പ് എഴുതുക, നോട്ടിൽ ഹെഡിങ്ങിൽ കൊടുത്തിട്ടുണ്ട്, പഠിക്കുക. അടുത്തത് വാട്ട് ഈസ് ക്ലീൻ എനർജി സോഴ്സ്, എന്താണ് ശുദ്ധ ഊർജ്ജ ഉറവിടങ്ങൾ? നോട്ടിൽ കൊടുത്തിട്ടുണ്ട്, നോട്ടിൽ നോക്കിയിട്ട് നിങ്ങൾ പഠിക്കുക. 6 ഡിസ്ക്രൈബ് ദ നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി, പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സ് വിവരിക്കുക. അതിൻ്റെ ആൻസർ പുതുക്കാൻ കഴിയുന്ന ഊർജ്ജ ഉറവിടമാണ് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സ് എന്നും അറിയപ്പെടുന്നത്. ഇവയ്ക്ക് മലിനീകരണം കുറവായിരിക്കും, ഉപയോഗിക്കും തോറും നമുക്ക് വീണ്ടും ഉൽപ്പാദിപ്പിക്കാൻ അവ കഴിയും. സൗരോർജ്ജം, കാറ്റിൽ നിന്നുള്ള ഊർജ്ജം മുതലായവ ഇതിന് ഉദാഹരണങ്ങളാണ്. ഇത്രയും കൊടുക്കുക. 7 വാട്ട് ആർ ദ മെത്തേഡ്സ് ഓഫ് കൺവേർഷൻ ഓഫ് സൺലൈറ്റ് ടു ഇലക്ട്രിക് പവർ, സൂര്യപ്രകാശത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നതിനുള്ള രീതികൾ എന്തൊക്കെയാണ്? നോട്ടിൽ വന്നിട്ടുണ്ട്, നോക്കിയിട്ട് പഠിക്കുക. ഇനി അതിൽ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ്, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് സോളാർ എനർജി, സൗരോർജ്ജത്തിൻ്റെ നേട്ടങ്ങളും കോട്ടങ്ങളും എന്തെല്ലാമാണ്? നോട്ടിൽ കൊടുത്തിട്ടുണ്ട്, നോട്ടിൽ നോക്കി പഠിക്കുക. 2 കമൻറ്റ് ഓൺ ദ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് വിൻഡ് എനർജി, കാറ്റിൽ നിന്നുള്ള ഊർജ്ജത്തിൻ്റെ നേട്ടങ്ങളും കോട്ടങ്ങളും പറയുക, ഗുണങ്ങളും ദോഷങ്ങളും പറയുക, അതും നോട്ടിൽ വന്നിട്ടുണ്ട്, നോക്കി പഠിക്കുക. 3 കമ്പയർ കൺവെൻഷണൽ ആൻഡ് നോൺ കൺവെൻഷണൽ എനർജി, പരമ്പരാഗത പരമ്പര്യേതര ഊർജ്ജങ്ങൾ താരതമ്യം ചെയ്യുക, നോട്ടിൽ കൊടുത്തിട്ടുണ്ട്, നോക്കിയിട്ട് പഠിക്കുക. ഇനി അതിൽ നിന്നുള്ള ഒരു എസ്സേ, എക്സ്പ്ലെയിൻ ദ ടൈപ്സ് ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് എനർജി സോഴ്സസ്, ഊർജ്ജ ഉറവിടങ്ങളുടെ തരങ്ങളും വർഗീകരണങ്ങളും വിശദീകരിക്കുകയാണ്. അപ്പോൾ അതിൽ ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്നുള്ള ഊർജ്ജം, ഓയിൽ, പിന്നെ ക്ലീൻ എനർജി, സോളാർ എനർജി, വിൻഡ് എനർജി, ടൈഡൽ പവർ, പിന്നെ ജിയോ തെർമൽ എനർജി, ന്യൂക്ലിയർ എനർജി, ഇത്രയും ഹെഡിങ്ങിൽ വരുന്ന കാര്യങ്ങളെ ചേർത്ത് എഴുതിയാൽ അതിൻ്റെ ആൻസർ ആവും. അപ്പോൾ ഈ ഫസ്റ്റ് യൂണിറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് ഇവിടെ കഴിഞ്ഞു. ഓക്കെ, താങ്ക്സ്.